ഹലോ, ടിപ്സ് ആൻഡ് ട്രയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു തോരൻ ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് ചക്കക്കുരു ഒരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണം പറയുവാണെങ്കിൽ ഇതൊരു 10-60 കുരുവോളം വരും. ചക്കക്കുരു ഒരുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന് 2 തൊണ്ടുണ്ട്. പുറത്തൊരു വെള്ളത്തൊണ്ടുമുണ്ട്, അകത്തൊരു ബ്രൗൺ കളർ തൊണ്ടുമുണ്ട്. ഞാനിവിടെ 2 കളർ തൊണ്ടും കളയുന്നുണ്ട്. എൻ്റെ വീട്ടിലെല്ലാവർക്കും തൊണ്ട് നന്നായിട്ട് പോകുന്നതാണ് ഇഷ്ടം. ചിലർ അതിൻ്റെ വെള്ളത്തൊണ്ട് മാത്രമേ കളയാറുള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന കുരു പൊളിക്കാൻ നല്ല എളുപ്പമുള്ള കുരുവാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചിരണ്ടി നമുക്ക് തൊണ്ട് കളയാൻ പറ്റുമായിരുന്നു. ഈ ബുദ്ധിമുട്ടുള്ള കുരുക്കളുണ്ട്, ഇതിൻ്റെ തൊണ്ട് കളയാൻ പാടുള്ളതുണ്ട്. അങ്ങനെയുള്ളത് ചക്കക്കുരു നടുവേ കണ്ടിച്ചിട്ട് പെട്ടെന്ന് ചിരണ്ടി എടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ശരിയാവും. ചക്കക്കുരു മുഴുവൻ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്, ഇച്ചിരി കട്ടിയിലാണ് അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്കത് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകി അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. കഴുകി വരുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ മമ്മിയാണ്. എൻ്റെ വാവ നല്ല വഴക്കാണ് ഈ സമയത്ത്. അതുകൊണ്ട് മമ്മീനെ ഞാനൊന്ന് വിളിച്ചതാണ് ഹെൽപ്പിന് വേണ്ടിയിട്ട്. ചക്കക്കുരു നന്നായിട്ട് കഴുകി വാരി വയ്ക്കുക. ഇനി നമുക്കത് വേവിക്കണം. ഞാനിവിടെ കുക്കറാണ് വേവിക്കാൻ വേണ്ടി എടുക്കുന്നത്. കുക്കർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചക്കക്കുരു അതിലേക്ക് ഇടാം. ചക്കക്കുരു മുഴുവൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ ചേർക്കാം. തേങ്ങ 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, അത് നടുവേ കീറിയിട്ട്, ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് 1 നുള്ള്, സവോള 1 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് വേവിച്ചെടുത്തോണ്ട് വരാം. കുക്കറിൽ 2 വിസിൽ അടിക്കുന്നോടം വരെ വെക്കണം. പിന്നെ നമുക്ക് ഫുൾ ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് വെന്തോന്ന് നോക്കാം. ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. കടുക് ഫുള്ളായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 4-5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം.